ചായ കുടിക്കുന്നത് ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഹായ് ഫ്രണ്ട്സ്, ടീ ലവേഴ്സ് എല്ലാവരും വരൂ. നമുക്കിന്ന് പുതിയ ടീ സ്പോട്ട് പരിചയപ്പെടാം. അതിനു മുമ്പ് കുറച്ച് ചായ വർത്താനം. ഈ ചായ കുടിക്കുമ്പോഴേ പല ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന പലരും പറയുന്നുണ്ട്. നമ്മൾ ദിവസത്തിൽ 2-3 ചായ കുടിക്കുന്നതുകൊണ്ട് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. കൂടുതൽ സ്ട്രെസ്സ് കുറയും, നിങ്ങൾക്ക് വർക്കിനിടയിലുള്ള പ്രഷർ കുറയും, പിന്നെ ഹാർട്ടിനൊക്കെ ഹെൽത്തിയാണ്. പിന്നെ നമ്മൾ പറയാറില്ലേ, അമിതമായാൽ അമൃതം വിഷന്ന്. അതുപോലെ അളവിലധികം ചായ കുടിച്ചാൽ അത് പ്രശ്നം തന്നെയാണ്. പക്ഷേ ഉള്ള ചായ 2-3 ആസ്വദിച്ചങ്ങ് കുടിക്കുക. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ സ്പോട്ടിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈവ് സ്നാക്സുകളാണ്. പിന്നെ ചായ നല്ല അടിച്ച ചായ കിട്ടും. ഈ സ്നാക്സിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഈ ചൂടോടെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. മെയിനായിട്ട് ബജ്ജിയാണ്. ബജ്ജി ഇങ്ങനെ ചൂടോടെ ഉണ്ടാക്കി വയ്ക്കും. അതിനൊരു അവരുടെ തന്നെ ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ട്. അതിൽ മുക്കി കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ഞാൻ അത്രയും സ്നാക്സ് ലവറൊന്നുമല്ല, അതെന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ചായ കുടിക്കുന്നുണ്ടെങ്കിൽ സ്നാക്സ് വളരെ കുറവ്. പക്ഷേ ഇവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇത് മസ്റ്റായി ട്രൈ ചെയ്തിരിക്കും. പിന്നെ അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് കട്ട്ലറ്റാണ്. എടുത്തു പറയണമെങ്കിൽ ചിക്കൻ കട്ട്ലറ്റ്. അതൊരു പ്രത്യേക, ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് കട്ട്ലറ്റ്. എനിക്ക് പല സ്ഥലങ്ങളിലും കട്ട്ലറ്റ് പിടിക്കാറില്ല. പക്ഷേ ഈ കട്ട്ലറ്റ് കടിച്ച് കഴിയുമ്പോൾ കണ്ടല്ലോ ഭയങ്കര സോഫ്റ്റാണ്. ഇതുപോലൊരു കട്ട്ലറ്റ് ഞാൻ വേറെ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല കേട്ടോ. അത് ആ ചായയും കൂടി ഒന്ന് കഴിക്കുമ്പോണ്ടല്ലോ വേറെ ഫീലാണ്. നല്ല തിരക്കൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കുറേ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചെറിയ കൂട്ടുകാരൊക്കെ. പക്ഷേ അവർക്ക് ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോൾ നാണമായി. നമ്മളൊക്കെ ഇവിടെ ആരെങ്കിലും ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തിക്കുക, അപ്പോൾ അവർക്ക് നാണം. ഈ ടീ ഷോപ്പിനോട് ചേർന്ന് എൻ്റെ ബേക്കറി ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഒരു ടീ വ്ളോഗറാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഓണറായിട്ടുള്ള മിസ്സസ് സൂര്യ എല്ലാം നടന്ന് കാണിച്ചു തന്നു. ലഡ്ഡു, ജിലേബി എല്ലാം ഫ്രഷാണ്. പിന്നെ അവിടെ കുറേ വെറൈറ്റി ടോയ്സ് മിഠായികളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ദിനോസറെ കണ്ട ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ അവിടെ നിന്ന് ലഡ്ഡു ട്രൈ ചെയ്തു. നല്ല ഫ്രഷ് ലഡ്ഡു ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നവർക്ക് കുറച്ച് ദൂരം ഒന്ന് അവണൂർ വരെ ഒന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ ചായ കുടിക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബേക്കറി ഐറ്റംസുകൾ മേടിക്കാം, നല്ല ചൂട് സ്നാക്സ് കഴിക്കാം. ഇത് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പോട്ട് വരുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനടുത്തുള്ള അവണൂർ ശാന്ത ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻവശത്തായിട്ട് PS അസോസിയേറ്റ് സാധാരണ എഴുത്തിൻ്റെ തൊട്ടടുത്താണ് ടൈനി ട്രീറ്റ്സ് ബേക്കറി. നിങ്ങളുടെ ചായ ലവേഴ്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.